നമുക്ക് പലപ്പോഴും മാതാപിതാക്കൾ ശല്യമാവുക. നമ്മുടെ കൂടെ എത്താൻ ഓല് പെരിയിലുണ്ടെങ്കിലേ നമുക്കൊരു വഴിക്ക് പോകാൻ പറ്റൂല, എപ്പോഴും അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരും. എന്തല്ലേ പണ്ട് നമ്മൾ കുട്ടിയായിന്ന് വാപ്പിയമ്മയൊക്കെ എങ്ങോട്ടോ പോകണം വിചാരിച്ചിനി, പക്ഷെ നമ്മളില്ലതുകൊണ്ട് പോകാതെ ഓൻ സ്കൂളുണ്ട് പോകാൻ പറ്റൂല അറിഞ്ഞ് നമ്മുടെ അമ്മയൊക്കെ എത്ര കാലം കാത്തിരുന്നില്ലേ. എന്തേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്ത? എന്തുമാത്രം വേദനിച്ച് അവരൊക്കെ അല്ലേ, എന്തുമാത്രം അവർ കഷ്ടപ്പെട്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായെന്ന് വിശന്നിട്ട് നമ്മൾ ഓടി വന്ന് ഉമ്മാന്റെ മുമ്പ് നിന്ന് കരഞ്ഞപ്പോ ഉമ്മ എനിക്ക് ഓർമ്മ ഉണ്ട്, എൻ്റെ ഉമ്മ പറയും, അനുജൻ അമ്മ പണിക്ക് പോകേ കൊയ്യാൻ പോ നെല്ല് കൊയ്യാനൊക്കെ പോകുമ്പോഴേ അനുജന് ചെറിയ കുട്ടിയാ, ഓൻ വിശക്കുമ്പോ പാടത്തേക്ക് കൊണ്ടുവരേണ്ടി പറയും. അങ്ങനെ പാടത്തേക്ക് വിശക്കുമ്പോ കൊണ്ടുപോകുമ്പോ ഉമ്മ ആ ചെളി നിറഞ്ഞ ഉമ്മ കയറി വന്ന് പാടവരമ്പത്തിരുന്ന് കുപ്പായം ഉയർത്തി കുട്ടിയുടെ വായിലേക്ക് മുലക്കണ്ണ് വെച്ച് കൊടുക്കുകയെ. പക്ഷേ നേരം വെളുത്തിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടില്ലാത്ത ഉമ്മാന്റെ മുലയിലെവിടെ പാല്? പക്ഷെ കുടിക്കണ നമ്മക്കത് അറിയണ്ടല്ലോ. പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വരുന്ന അരിപ്പല്ല് കൊണ്ട് ഉമ്മാന്റെ മുലക്കണ്ണില് കടിച്ചു വലിച്ചിട്ടുണ്ട് നമ്മള്. മുല്ലപ്പൂ മൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ഉമ്മയുടെ മുലക്കണ്ണിൽ ചോരത്തുള്ളികൾ തെളിഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഒന്ന് നെട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഉമ്മ നമ്മളെ ശകാരിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ മർദ്ദിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ അടിച്ചിട്ടില്ല, മടിയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല. നമ്മുടെ കാലും അങ്ങനെ തട്ടിയിട്ട് ഉമ്മ പറഞ്ഞ്, മോനെ കടിക്കല്ലടാ, ഉമ്മക്ക് വേദന ഉണ്ട്. മറക്കാൻ പറ്റുമോ നമുക്കതൊക്കെ? ആ ഉമ്മാന്റെ മുഖം മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞിട്ട് ദുന്യാവില് ഏത് സുഖത്തിന്റെ കൂടെയാണ് കൂട്ടരെ നമുക്ക് പോകാൻ പറ്റുക? അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞ്, റഹിമ അംഫുൻ, വയസ്സായ വാപ്പാനും ഇമ്മാനും കിട്ടിയിട്ട് ഓല ശ്രദ്ധിക്കാതെ പോയവൻ നശിച്ചു പോട്ടെ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രസ്താവന വെറുതല്ല, അതിന് കാതലുമായിട്ട് ബന്ധമുണ്ട്.